പരമശിവൻ പാഞ്ചാലികന് നൽകിയ അനുഗ്രഹം. ദക്ഷയാഗ അനന്തരമുണ്ടായ അനർത്ഥങ്ങൾ പരമേശ്വരനെ അത്യധികം ദുഃഖത്തിലാഴ്ത്തി. സതി വിരാഹുതരനായ ദേവൻ ഒരു സ്ഥലത്ത് ചെന്നിരിപ്പായി. കാലങ്ങൾ കഴിഞ്ഞിട്ടും ശങ്കരന്റെ ഭാവതികൾക്കൊന്നും യാതൊരുവിധ മാറ്റവും സംഭവിച്ചില്ല. പ്രസ്തുതാവസ്ഥ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ദേവകൾ ഭയന്നു. ദേവകൾ ഒരുമിച്ചുകൂടി സംഭവത്തിന്റെ ഗൗരവം ചർച്ച ചെയ്തു. ദേവന്മാരെ, ഏതു വിധേനയും പരമശിവന്റെ ദുഃഖം അകറ്റുവാനും അദ്ദേഹത്തിന്റെ പൂർവ്വനില വീണ്ടെടുക്കുവാനും ആവശ്യമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നാം വ്യാപൃതരാകേണ്ടതുണ്ട്. സമുദ്രദേവൻ അഭിപ്രായപ്പെട്ടു. സമുദ്രദേവ, താങ്കളുടെ അഭിപ്രായം തന്നെയാണ് ഏവർക്കുമുള്ളത്. പക്ഷേ ഭഗവാനെ സ്വാന്തനിപ്പിക്കുന്നതും കർത്തവ്യബോധം ഉണർത്തുന്നതും ആർക്കാണ് സാധിക്കുക? അശ്വിനി ദേവകൾ വസ്തുതയുടെ ഗൗരവത്തിലേക്ക് വിരൽ ചൂണ്ടി. ദേവകൾ ചിന്തയിലായി. ഈ ഘട്ടത്തിൽ നാരദൻ അവിടെ വന്നു ചേർന്നു. അദ്ദേഹം പറഞ്ഞു, ദേവകളെ, നിങ്ങളെ മതിക്കുന്ന പ്രശ്നത്തിൽ ഉത്തരം നൽകുവാൻ ഞാൻ ശ്രമിക്കാം. കേട്ടുകൊള്ളുക. ദേവകൾ ശ്രദ്ധാപൂർവം കേൾക്കുവാൻ സന്നദ്ധരായി. ദേവേശ്വരന്മാരെ, സതീദേവിയുടെ വിരഹത്താൽ ദുഃഖിതനായ ഭഗവാന്റെ ഉള്ളിൽ കാമവികാരം ജനിപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ വിഷമാവസ്ഥ മാറിക്കിട്ട്. അലസതയെ പോലെ അകറ്റുവാൻ കാമത്തിന് കഴിയും. എന്തുകൊണ്ട് ആ വഴിക്ക് നാം ചിന്തിച്ചുകൂടാ? നാരദന്റെ ചോദ്യം കേട്ട ദേവകളുടെ മുഖം ഒരു ഉത്തരം ലഭിക്കുന്ന വിധം വിടർന്നു. സദസ്സിൽ സന്നിഹിതനായിരുന്ന കാമദേവനോട് ഇന്ദ്രൻ കൽപ്പിച്ചു, കാമദേവ, പരമശിവനിൽ കാമം ജനിപ്പിക്കുവാനുള്ള അവസരം താങ്കൾക്കിതാ വന്നു ചേർന്നിരിക്കുന്നു. ഫലപ്രദമായി അങ്ങ് പ്രവർത്തിക്കുന്നു. ദേവ, അവിടുത്തെ കർമ്മത്തിലൂടെ അങ്ങ് പ്രപഞ്ചത്തെ തന്നെയാണ് സംരക്ഷിക്കുവാൻ പോകുന്നത്. അങ്ങനെ ഇന്ദ്രന്റെ നിർദ്ദേശാനുസരണം തന്റെ പുഷ്പബാണവുമായി കാമദേവൻ പുറപ്പെട്ടു. അദ്ദേഹം മനക്ലേശത്താൽ പരവശനായ പരമേശ്വരന്റെ നേർക്ക് വിജൃംഭണാസ്ത്രം എന്ന് ചെയ്തു. അതോടുകൂടി ഭഗവാൻ കാമാതുരനായി തീർന്നു. അദ്ദേഹം സതീ സതീ എന്ന് വിളിച്ചുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ ഓടി നടപ്പായി. അനുനിമിഷം വർദ്ധിച്ചു വരുന്ന കാമാഗ്നി താങ്ങുവാൻ സഹിക്കുവാൻ വയ്യാതെ ഭഗവാൻ ശങ്കരനൊടുവിൽ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. സമീപസ്ഥമായി ഒഴുകുന്ന കാളന്തി നദിയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. ഭഗവാന്റെ കാമം ഏറ്റുവാങ്ങിയ കാളന്തി കറുത്തുപോയി. പക്ഷേ ഭഗവാന്റെ ആത്മാവിനെ താങ്ങുവാനുള്ള ശക്തി കാളന്തിക്കുണ്ടായിരുന്നില്ല. കാളന്തി ഭഗവാനോട് അർത്ഥിച്ചു, കൈലാസനാഥ, അവിടുത്തെ ആത്മാവിനെ ഏറ്റുവാങ്ങുവാനുള്ള ശക്തി എനിക്കില്ല. സ്വതേ അബലയായ ഞാൻ അവിടുന്ന് ലയിച്ച് കാമത്താൽ തന്നെ കൃഷ്ണവർണ്ണമായി മാറിയത് കണ്ടാലും ദേവേശ്വര, അങ്ങെനിക്ക് മാപ്പ് നൽകുക. കാളന്തിയിൽ ജീവത്യാഗം ചെയ്യുവാൻ കഴിയാതായപ്പോൾ പരമശിവൻ വീണ്ടും കരയ്ക്ക് കയറി പ്രയാണം തുടങ്ങി. ആ ഘട്ടത്തിൽ തന്നെ കാമദേവൻ ഉന്മാദൻ എന്ന മറ്റൊരസ്ത്രം കൂടി ഭഗവാന് നേരെ പ്രയോഗിച്ചു. അത്രയും ആയപ്പോൾ അരക്ഷണം പോലെ സ്വസ്ഥമായിരിക്കുവാൻ ശങ്കരന് സാധ്യമല്ലാതെയായി തോന്നി. ഈ വിധം പരവശതയോടെ ഭഗവാൻ സഞ്ചരിച്ചപ്പോൾ കുബേരപുത്രനായ പാഞ്ചാലികനെ മാർഗമധ്യേ കാണുകയുണ്ടായി. ഭഗവാനെ കണ്ടയുടൻ തന്നെ പാഞ്ചാലികൻ കൂപ്പുകൈകളുമായി നിൽപ്പായി. ഇതുതന്നെ അവസരമെന്ന് നനച്ചുകൊണ്ട് ഭഗവാൻ പാഞ്ചാലികനോട് ആജ്ഞാപിച്ചു, ഹേ കുബേരപുത്ര, ആപത് സദ്യയിൽ സഹായിക്കുവാനാണ് യഥാർത്ഥ ബന്ധു. നീ എന്റെ ബന്ധുവായി ചമയുക. കാര്യമെന്തെന്നറിയാതെ പാഞ്ചാലികൻ പകച്ചുപോയി. ശങ്കര, അവിടുന്ന് ഇപ്രകാരം പറയുന്നത് എന്താണ്? അവിടുന്ന് കൽപ്പിക്കുക. ഏതാജ്ഞയെ ശിരസാ വഹിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പാഞ്ചാലികൻ വിനയാന്വിതനായി പറഞ്ഞു. എന്നാൽ എന്റെ കൽപ്പന അനുസരിക്കുക. എന്തെന്നാൽ കാമദേവനിൽ പ്രയോഗിച്ച വിജൃംഭണാസ്ത്രവും ഉന്മാദാസ്ത്രവും നീ ഏറ്റുവാങ്ങുന്നു. ഭാര്യാവിയോഗത്തിൽ ദുഃഖിതനായി എനിക്ക് കാമദേവന്റെ അസ്ത്രങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നില്ല. എന്റെ പ്രിയയും പ്രിയ കാമുകിയായ സതിയല്ലാതെ മറ്റാരെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും എനിക്ക് സാധ്യമല്ല. അതിനാൽ വികാരവേഷം പകർത്തുവാനാവാതെ ഞാൻ വേദനയുടെ തീക്കുണ്ടത്തിൽ വസിക്കുകയാണ്. പാഞ്ചാലിക, നീ കാമദേവന്റെ അസ്ത്രശക്തി സ്വീകരിച്ച് എന്നെ മോചിപ്പിക്കുക. പരമശിവൻ കൽപ്പിച്ചു. അതനുസരിച്ച് പാഞ്ചാലികൻ വിജൃംഭണാസ്ത്രവും ഉന്മാദാസ്ത്രവും ഏറ്റുവാങ്ങി. അതോടെ പരമശിവന്റെ പാരവശ്യമണഞ്ഞു. സന്തുഷ്ടനായ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു, പാഞ്ചാലിക, എന്റെ ക്ലേശങ്ങളെ ഏറ്റുവാങ്ങിയ നീ പൂജനീയനാണ്. മേലിൽ ചൈത്രമാസത്തിൽ നിന്നെ ജനങ്ങൾ പൂജിക്കുന്നതായിരിക്കും. നിന്നെ പൂജിക്കുന്നവരെല്ലാം ഉത്തമരായി ഭവിക്കുന്നതായിരിക്കും. പാഞ്ചാലികൻ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അടുത്തതായി മായാസീത പാഞ്ചാലിയായ കഥയാണ്. തുടരും.